സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഒരു സന്തോഷകരമായ ആനന്ദകരമായ ഒരു വാർത്തയാണ്. 14 വർഷങ്ങൾ വിവാഹബന്ധം വേർപെടുത്തി 14 വർഷങ്ങൾക്ക് ശേഷം സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിയുമെന്ന നവദമ്പതികൾ വീണ്ടും പുനർവിവാഹത്തിലൂടെ അവരിലൂടെ ജനിച്ച ഒരു മകളുടെ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ആ സ്നേഹബന്ധത്തിലൂടെ ആ അച്ഛനെയും അമ്മയെയുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മീഡിയയുടെ മുന്നിലുള്ള സംസാരം നമ്മെ വല്ലാതെ സന്തോഷപ്പെടുത്തുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങളിലൂടെ അകലലുകളുമല്ല നമുക്ക് വേണ്ടത്. നവദമ്പതിമാരുള്ള ഈ സ്നേഹവും കാരുണ്യവുമാണ് ഏറ്റവും വലുത്. ഇത്തരം ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് പലപ്പോഴും പല ഈഗോകളുമാണ്, പല ധാർഷ്ട്യങ്ങളുമാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചായപീടികയിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മറ്റൊരു 2 വീലറിൽ ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, ആ ഭാര്യയുടെ കയ്യിൽ ഒരു ബാഗും കയ്യിൽ മറ്റൊരു ബാഗും ഒക്കെ ആയിട്ട് അവർ ആ 2 വീലറിൽ നിന്ന് പാടുപെട്ട് ഇറങ്ങി. ക്ഷീണം കൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തൊരു കസേര കിടപ്പുണ്ടായിരുന്നു. അവരതിൽ വന്നിരുന്നു. ബൈക്കിൽ നിന്നിറങ്ങിയ അവരുടെ ഭർത്താവ് അവിടെ എന്താണ് എന്നുറക്കെ ധാർഷ്ട്യത്തോടെ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി ആകെ ഒന്ന് ചൂളിപ്പോയി. ഞാനിവിടെ ഇരിക്കാം, കുഴപ്പമില്ലല്ലോ. അവിടെ എന്തുകൊണ്ടാ, AC ഉണ്ടോ അവിടെ ഇരിക്കാൻ എന്ന് പറഞ്ഞ് ആ മനുഷ്യരുടെ മുന്നിൽ, ആ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ആകെ അങ്ങ് ചമ്മി. എൻ്റെ ഹൃദയം വല്ലാതെ ആ മനുഷ്യനെ വെറുത്തുപോയി. ആര് കണ്ടാലും 2 പൊട്ടിക്കണമെന്ന് തോന്നിപ്പോകും. പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾ അകലുന്നതിൻ്റെ കാരണം എന്തൊക്കെയോ ചില ഈഗോകളാണ്. പരസ്പരം സഹകരിച്ചും സഹായിച്ചുമൊക്കെ കഴിഞ്ഞിരുന്ന ഒരു നല്ല കാലമുണ്ട്. എൻ്റെ പിതാവ്, എൻ്റെ അമ്മ രോഗിയായി കിടക്കുമ്പോൾ 10 വർഷക്കാലം ആ അമ്മയുടെ വസ്ത്രം കഴുകി കൊടുക്കുകയും ജോലി തിരക്കുകൾക്കിടയിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് അവരൊറ്റയ്ക്ക് 2 പേരും താമസിക്കുകയായിരുന്നു. ആ സ്നേഹവും കാരുണ്യമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയുമെന്ന, ഭാര്യയും ഭർത്താവുമെന്ന അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുന്നത് മക്കൾ കണ്ടുപിടിക്കണം. ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്ന, അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്ന, അമ്മ അച്ഛനെ സ്നേഹിക്കുന്ന ഈ സ്നേഹവും കാരുണ്യവും കണ്ടും കേട്ടും വളരുമ്പോഴാണ് അവർ മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഈ ഊഷ്മളമായ ബന്ധവും സ്നേഹവുമൊക്കെ അവരുടെ ജീവിതത്തിൽ നന്മയായി, വസന്തമായി, ഒരു സുഗന്ധപൂർണമായി മാറുന്നത്. ദാമ്പത്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.